ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് നല്ല സമരിയക്കാരന്റെ ഉപമയാണ്. ഇതിലൊരു നിയമത്തിന് എഴുന്നേറ്റ് ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറയുകയാണ്, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എന്താണ് വായിക്കുന്നത്? നിയമത്തിനാണ്, നിയമം അറിയാവുന്നവനാണ്. അദ്ദേഹം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ ഈശോ പറയുകയാണ്, നീ കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ആരാണ് എന്റെ അയൽക്കാരൻ? അപ്പോഴാണ് ഈശോ ഈ ഉപമ പറയുന്നത്. ഈ ഉപമയ്ക്ക് ശേഷം ഈശോ പറയുകയാണ്, ആരാണ് ഇവന്റെ അയൽക്കാരനായിട്ട് പ്രവർത്തിച്ചത്, അവനോട് കരുണ കാണിച്ചവരെന്ന് പറയുകയാണ്. അതേപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് ഈശോ നമ്മൾ ഓർമ്മിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ എന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈശോ പറയുകയാണ്, നീ മറ്റുള്ളവരോട് കരുണ കാണിക്കും. അല്ലെ, ഈശോ ഈ ദൈവകരുണയെ കുറിച്ച് ഒരുപാട് തവണ നമ്മളോട് പറയുന്നുണ്ട്. പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ ദൈവകരുണയെ കുറിച്ച് ഒരുപാട് തവണ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ചില ഉപമകളിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ടും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് അർഹരാകുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എന്നെ പോലെ സ്നേഹിക്കാനും എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി നിത്യജീവൻ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.